بسم الله الرحمن الرحيم بدر الهدى ياسين النبي خرجا എന്നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടടയതിലുണ്ടേ അബിയല് വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ സദത കുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തന്തോളർ മിസ്അബ്ലീന്താർ അവരത് തലപിടി ചെയ്താറ്റൽ മുമ്പെ നിലകയായി ഇതമെ ഇഖാസാമ്പത്തി പുലിയലിയാർ താങ്കൾക്കും യമതലാമൂണ്ടാം സഅദ് ഇബ്നു മുആദിൽ അരശര ഇടബലവും നീണ്ടാർ അവരിരുപേരും ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. ബദറിന്റെ രണാങ്കണം ഒരുങ്ങാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു അബൂജഹലും കൂട്ടരും മക്കയിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നു. അള്ളാഹുവിന്റെ റസൂലും 313 പരം വരുന്ന പാവങ്ങളായ സ്വഹാബത്തും അവർ മദീനയിൽ നിന്നതാ പുറപ്പെടാൻ പോവുകയാണ്. മക്കയിലുള്ള ശത്രുക്കൾ അബൂ സുഫിയാൻ വന്നു പറഞ്ഞപ്പോൾ അവർ കേൾക്കാതെ പുറപ്പെടുന്നു. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു വയുരീദുല്ലാഹു അയ്യുഹിഖൽ ഹഖ വയുബ്തിലുൽ ബാതില. നബിയെ അങ്ങ് മുന്നേറിക്കൊള്ളുക. അബൂജഹലും കൂട്ടരും അബൂ സുഫിയാനോട് പറയുന്നൊരു കാര്യമുണ്ട്. അബൂ സുഫിയാൻ, ഞങ്ങൾ ബദറിൽ പോയി 3 ദിവസം തിന്നും കുടിച്ചും രമിച്ചും രസിച്ചും ആടിപ്പാടി മുഹമ്മദിനെയും കൂട്ടരെയും ഭയപ്പെടുത്തിയിട്ടല്ലാതെ ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാതെ ഞങ്ങൾ മടങ്ങൂല. അഹങ്കാരത്തിന്റെ ഭാഷയാണ്. ഖുർആൻ പറയുന്നു നബിയെ അങ്ങ് പുറപ്പെടരുത്, അങ്ങ് സമാധാനത്തോടെ നിൽക്കാവൂ. അബൂജഹലും കൂട്ടരും ഇടങ്ങേറാക്കി ഇളക്കി മറിക്കുന്നത് പോലെ നിങ്ങൾ മറിക്കണ്ട. ഫസ്ബുതൂ, നിങ്ങൾ സ്ഥിരപ്പെട്ട് ഉറച്ച് സമാധാനത്തോടെ വന്നാ മതി നബിയേ. അബൂജഹലും കൂട്ടരും ഇറങ്ങി വരികയാണ്. അബൂജഹലിന്റെ കൂട്ടത്തിൽ 950 പേരുണ്ട്. 950 ആൾക്കാർ അബൂജഹലും കൂട്ടരുമുണ്ട്. അതിൽ 200 കുതിരകളുണ്ട്, 700 ഒട്ടകങ്ങളുണ്ട്. 950 പേർക്ക് 200 കുതിരകള്, 700 ഒട്ടകങ്ങൾ. പിന്നെ ഓരോരുത്തർക്കും വാളും പടയെങ്കിലും ആവശ്യം പോലെ ഭക്ഷണം. സുബ്ഹാനല്ലാഹ്. അവർ വരുന്ന രംഗമുണ്ട്. അബൂജഹൽ ഉടനെ തന്നെ 10 ഒട്ടകങ്ങളെ അറുത്തിട്ട് തിന്നാൻ കൊടുക്കുന്നു. ജിബ്രീൽ അപ്പോൾ തന്നെ നബി തങ്ങളോട് പറയുന്നു നബിയേ, അവരതാ 10 ഒട്ടകങ്ങളെ അറുത്ത് തിന്നുന്നുണ്ട്. ഇസ്ഫഹാനിലെത്തിയപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് വീണ്ടും അറുത്തു 9 ഒട്ടകങ്ങൾ. അർദ്ധനഗ്നകളായ പെണ്ണുങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അവർ മണ്ണും ഭൂമിയും ഇളക്കി മറിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് ബദറിലേക്ക് വരിക. ഖുദൈദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ സുഹൈൽ ബിൻ അംർ എന്ന് പറഞ്ഞാൽ വീണ്ടും 10 ഒട്ടകത്തെ അറുത്തു. പിന്നെ ശൈബത്ത് 9 ഒട്ടകത്തെ അറുത്തു. നേരം പുലർന്നപ്പോൾ ഉതുബത്ത് വീണ്ടും 10 ഒട്ടകത്തെ അറുത്തു. അവരറുത്ത് തിന്ന് അവരുടെ വയറ് നിറഞ്ഞ് കള്ളും കുടിച്ച് ആടി തിമിർത്ത് പാടി രസിച്ച് 313 പരം വരുന്ന ആർക്കും വേണ്ടാത്ത ചാവാലികളെ ചവിട്ടിത്തേച്ചിട്ടിപ്പോ തന്നെ തിരിച്ചു വരാമെന്ന് പറയുമ്പോ അബവായിലെത്തിയപ്പോൾ നബീഹും മുനബ്ബിഹും എന്ന് പറയുന്ന ശത്രു വീണ്ടും അറുത്തു 9 ഒട്ടകത്തെ. അബ്ബാസ് 10 ഒട്ടകത്തെ. അങ്ങനെ നബിയോട് വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ ജിബ്രീൽ പറയുന്നുണ്ട് നബിയെ, അവർ 900,000 നിന്ന് കുറഞ്ഞ് ഒരു 950 പേര് അവരുണ്ടാകും നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ തിരിഞ്ഞൊന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആകെ 313 പരം വരുന്ന കുറച്ച് പാവങ്ങളും അല്ലാഹുവേ കുറച്ച് ബാലന്മാരും കൊച്ചു കുട്ടികളും 14 13 വയസ്സുള്ള മക്കൾ വരെയുണ്ട്. റസൂലുള്ള പറഞ്ഞു കൊച്ചു കുട്ടികളൊക്കെ മാറി നിൽക്ക്. എല്ലാ കുഞ്ഞുങ്ങളെയും മാറ്റി നിർത്തിയപ്പോൾ ഒരാള് മാത്രം മാറുന്നില്ല. ഉമൈർ റളിയല്ലാഹു അൻഹു മാത്രം മാറുന്നില്ല. ഉമൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. ഞാൻ മാറൂല നബിയെ, എനിക്ക് വരണം നബിയെ. ഉമൈറേ, നീ കുഞ്ഞാണ്, നീ മാറണം. ഇല്ല നബിയെ, എന്റെ കഴിവെന്താണെന്ന് ബദറിന്റെ രണാങ്കണത്തിൽ അങ്ങ് കാണും. ഉമൈർ ആരാണെന്ന് നിങ്ങൾ അറിയും നബിയേ.
ഉമൈറിനെ കൊണ്ടുപോവാതെ ബദറിൽ നിന്ന് ഞാൻ തിരിച്ചു വരൂല്ല നബിയേ. ആ ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധപ്രകാരം കൊണ്ടുപോയി. 14 ശുഹദാക്കളിൽ ഒരാൾ സയ്യിദനാ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും തയ്യാറായി യുദ്ധത്തിന് വരാൻ. അവന്മാരെ കൊല്ലണം നബിയെ. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അട്ടഹസിച്ച് വിളിക്കുമ്പോ റസൂലുള്ള എണ്ണി നോക്കിയപ്പോൾ 313 പേര്. ഹബീബായ തങ്ങൾ ഒരു പതാക എടുത്തു. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജ എന്നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടടയതിലുണ്ടേ. അബിയൽ വർണ്ണമതാം രണ്ടും അസുവതുമാമേ. സദത കുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്അബ്ലീന്താർ. അവരത് തലപിടി ചെയ്താറ്റൽ മുമ്പേ നിലകയായി. ഇതമെ ഇഖാസാമ്പത്തി പുലിയലിയാർ താങ്കൾക്കും യമതലാമൂണ്ടാം സഅദ് ഇബ്നു മുആദിൽ. അരശര ഇടബലവും നീണ്ടാർ അവരിരുപേരും. അള്ളാന്റെ റസൂല് ഒരു വെള്ളക്കൊടി എടുത്തുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നറിയോ ആദ്യമായിട്ട് കൊടുക്കുന്നത്? മിസ്അബ് റളിയല്ലാഹു ആദ്യം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സ്വഹാബിയായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു ആരെന്നറിയുമോ സഹോദരങ്ങളെ? മിസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് കഫൻ തുടവ പൊടിയാനില്ലാതെ മദീനയിലെ പുല്ല് കൊണ്ടുവന്ന് കാലിൽ വെച്ചടക്കിയ സ്വഹാബിയാണ് മിസ്അബ്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് ആരെന്നറിയുമോ? മിസ്അബ് എങ്ങാനും നടന്നു പോയാൽ ആ മിസ്അബ് നടന്നു പോകുന്ന വഴിയിലെ മണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മക്കയിലെ തരുണി മണികളായ പെണ്ണുങ്ങൾ വരി വരിയായി വഴിയോരങ്ങൾ നിൽക്കുമത്രേ. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉടുപ്പ് പോലത്തെ ഒരു ഉടുപ്പ് മക്ക നാട്ടിൽ വേറെ ആർക്കുമില്ല. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉപയോഗിക്കും പോലത്തെ സുഗന്ധം മക്കയിൽ ആർക്കുമില്ല. മിസ്അബ് നടന്നു പോയാൽ ആ മിസ്അബിനെ കണ്ടാൽ മുത്തുനബി തങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലത്തെ നടത്തമാണ് മിസ്അബിന്റേത്. മിസ്അബിന്റെ മുഖം കണ്ടാൽ മുത്തുനബി തങ്ങളുടെ മുഖം പോലെ അത്രത്തെ ആകാര സവിഷ്ടമായ ചെറുപ്പക്കാരനാണ് മിസ്അബ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ടപ്പോ ഇബ്ലീസ് പോലും പറയുന്നുണ്ട്, ഇന്നി ഖതൽതു മുഹമ്മദാ, മുഹമ്മദിനെ ഞാൻ കൊന്നുവെന്ന് മിസ്അബ് കൊല്ല ചെയ്യപ്പെട്ടപ്പോ തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലോട്ട് വന്നതിന് ശേഷം കുടുംബക്കാരെല്ലാം ഉപരോധിച്ചു. 10 പൈസ പോലും മിസ്അബേ നിനക്ക് തരൂല്ല, ഒന്നും വേണ്ട. ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നിന്ന് മക്കയിൽ നിന്ന് ഇറങ്ങി റസൂലുള്ളാഹിന്റെ കൂടെ മദീനയിൽ പോയി. മാറ്റി ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ദാഹിച്ചവശനായി മിസ്അബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ നടന്നപ്പോ ആ മിസ്അബിന് കൊടുത്തു, മിസ്അബേ വെളുത്ത കൊടി നീ പിടിക്ക്. രണ്ടാമത്തെ 2 കറുത്ത കൊടികൾ ഒന്ന് കൊടുത്തു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില്. പിന്നെ 3ാമത്തെ കൊടി കൊടുത്തു മഹാനായ അൻസാരികളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില്. അങ്ങനെ നടക്കുകയാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക്. അവരെങ്ങനെ നടക്കുകയാണ്? സുബ്ഹാനല്ലാഹ്. ഒട്ടി വലിഞ്ഞ വയറാണ്, കാലുകൾക്ക് ആരോഗ്യമില്ല, നോമ്പുകാരാണ്. പരിശുദ്ധ റമളാൻ 16 അതദുറു 9 ഒരു കൗലിൽ 6 അതിൽ മികം ദാത്തുൽ ഫൂലുൽ അത് നബി പൂണ്ടേ. അവരിലെ അടവ് സുയോ ഫേട്ടുണ്ട് നിസ്അരിമാഹും മഹദുളിവാൽ പേരുന്നും ചെമ്മലർകരമിൽ ഏന്തി പിൻ ഫറുസുവളഞ്ചുണ്ട്. അതിയിലെ മദതുടയോ താങ്കൾക്കും ഇരുഫരിതാമേ. മോയിൻകുട്ടി വൈദ്യര് അവരുടെ കയ്യിലുള്ള വാളുകളുടെ എണ്ണം, അവരുടെ കുതിരകളുടെ എണ്ണമെല്ലാം ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. ആകെ 5ഓ 2ഓ കുതിരകളെ ഉള്ളൂ. ആകെ 70 ഒട്ടകങ്ങളെ, അതും വെലിഞ്ഞു തൂങ്ങിയ ഒട്ടകങ്ങളാണ് വരെ കൂട്ടത്തിലുള്ളത്. 313 പേര്. എങ്ങനെയാണ് 70 ഒട്ടകത്തിൽ വരുന്നത്? 313 പേർക്ക് എങ്ങനെയാണ് 2 കുതിരകൾ ഉണ്ടാവുക? ആ 2 കുതിരകളിൽ ഒന്ന് മിഖ്ദാദ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്. രണ്ടാമത്തെ കുതിര സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുമ്പോ നബി തങ്ങളെ കൂടെയുണ്ട് 3-4 പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സുബ്ഹാനല്ലാഹ് അലി റളിയല്ലാഹു അൻഹു ആണ് വരുന്നത്. മർസദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഉണ്ട്. നബി തങ്ങൾ ഇരിക്കുമ്പോൾ അലിയാർ തങ്ങൾ നടക്കും, അബൂ ലുബാബയും നടക്കും. നബി തങ്ങളുടെ ഊഴം കഴിയുമ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് റസൂലുള്ളാഹി ഇറങ്ങും, അലിയാർ തങ്ങൾ കയറും. അലിയാർ തങ്ങളുടെ ഊഴം കഴിയുമ്പോ അബൂ ലുബാബ കയറും. അവസാനം റസൂലുള്ളാഹി കയറിയിട്ട് പിന്നെ ഇറങ്ങാൻ നിന്നപ്പോ അലിയാർ തങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, നിങ്ങൾ നടക്കണ്ട നബിയേ, നിങ്ങളുടെ കാല് പൊള്ളും നബിയേ, ചുട്ടുപഴുത്ത മണലാണ്, കള്ളിമുൾ ചെടിയുണ്ട് കീറും നബിയേ. ഹബീബായ തങ്ങളെ കാല് പിടിച്ചിട്ട് അലിയാർ തങ്ങൾ പറയുമ്പോ മർസദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഇരുന്നോ നബിയേ, ഞങ്ങൾ നടന്നോളാം യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ ഇറങ്ങിയിട്ടൊരു കാര്യം പറയുന്നുണ്ട്, സ്വഹാബാ മാ അന്തുമാ അഖ്വാ മിന്നീ, എന്നെക്കാൾ ശക്തരല്ല നിങ്ങൾ രണ്ടുപേരും, എന്നെക്കാൾ ആരോഗ്യമുള്ളവരല്ല നിങ്ങൾ രണ്ടുപേരും. നിങ്ങളെക്കാൾ കൂലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ് ഞാനും. നിങ്ങളെക്കാൾ കൂലി ഉള്ളവനായി ഞാൻ മാറിയിട്ടില്ല. നിങ്ങളോടൊപ്പം കൂലി എനിക്കും പങ്കാളികളാകണം. അതുകൊണ്ട് അലി നീ കയറ്. ലോകത്തെവിടെയുണ്ടോ ഇങ്ങനെ ഒരു മഹാരാജാവ്, ലോകത്തെവിടെയുണ്ടോ ഇങ്ങനെ ഒരു ഭരണാധികാരി, ലോകത്തെവിടെയുണ്ടോ ഇങ്ങനെ ഒരു ചക്രവർത്തി. ഹബീബായ തങ്ങൾ നടക്കുന്നതും കണ്ടിട്ട് സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട നബിയേ. ഹബീബായ തങ്ങൾ നടന്നു വന്നപ്പോ തിരിഞ്ഞു നിന്ന് മഹാൻ സ്വഹാബാക്കളെ മൊത്തം ഒന്നടങ്കം വന്ന് നോക്കി. അവർക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് കുതിരകളെ കിട്ടുന്നുണ്ടോ? അവർ കൊട്ടകങ്ങൾ കിട്ടുന്നുണ്ടോ? ആകെ 8 വാളേ ഉള്ളൂ, 3 പടയങ്കിയേ ഉള്ളൂ, 2 കുതിരകളെ ഉള്ളൂ, 70 ഒട്ടകങ്ങളെ ഉള്ളൂ. റസൂലുള്ളാഹി എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ പല ആളുകളുടെ കാലിലും ചെരുപ്പില്ല, പല ആളുകൾക്കും പുറത്ത് വസ്ത്രമില്ല, ആകെ ഒരു അരമുണ്ടേ ഉള്ളൂ. പിടിക്കാൻ വാള്, പരിപൂർണമായ വാള് പോലുമില്ല. ഹബീബായ തങ്ങൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അറിയാതെ ഒന്ന് പൊട്ടിപ്പോയി, അറിയാതെ ഒന്ന് കണ്ണ് നിറഞ്ഞുപോയി. അവരുടെ വയറ് കണ്ടപ്പോൾ ഇങ്ങനെ ഒട്ടി വലിഞ്ഞു ചേർന്നിരിക്കുന്നു. നെഞ്ചിന്റെ കൂടിന്റെ താഴെ വയറിങ്ങനെ തള്ളി അകത്തോട്ടിരിക്കുന്നു. ഹബീബായ തങ്ങൾ കണ്ണ് നിറഞ്ഞിട്ട് ആകാശമണ്ഡലങ്ങളിലേക്ക് കൈ ഉയർത്തിയിട്ട് പറയുന്നു, അല്ലാ ഇന്നാ സുഹാബി ജിയാ, എന്റെ സ്വഹാബത്ത് പട്ടിണിയാണ് നബിയെ, എന്റെ സ്വഹാബത്ത് പട്ടിണിയാണ് പടച്ചവനെ. ഫഅശ്ബിഉഹും യാ അല്ലാഹ്, മടങ്ങി വരുമ്പോൾ വയറ് നിറച്ചു കൊണ്ടുവരണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ സുഹാബി ഉരിയാനാ, അവർ വിവസ്ത്രരാണ് അല്ലാ. 2 മുണ്ടുള്ളവർ വളരെ കുറവാണ്, പുറത്ത് മുണ്ടുള്ളവർ വളരെ കുറവാണ്. കൂടുതൽ പേർ മരമുണ്ടാൻ ഉടുത്തിരിക്കുന്നത്, വേറെ വസ്ത്രമില്ല ഉടുക്കാൻ. എന്റെ അല്ലാ, എന്റെ സ്വഹാബാക്കൾ നഗ്നരാണ്, അവർക്ക് നീ വസ്ത്രം കൊടുക്കണേ അല്ലാ. എന്റെ സ്വഹാബാക്കൾ നഗ്നബാധരാണ്, എന്റെ സ്വഹാബാക്കൾ നഗ്നബാധരാണ്, അവരെ നീ ചെരുപ്പ് ധരിപ്പിക്കണേ അല്ലാ, അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ദുആ കണ്ട് കരഞ്ഞു പോയപ്പോൾ അബൂബക്കർ തങ്ങൾ വന്ന് പറഞ്ഞു, പോകാൻ നബിയെ, കരയല്ലേ നബിയെ, വിജയിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയതല്ലേ. ഹബീബായ കരച്ചിൽ കണ്ടിട്ട് 313 പരം വരുന്ന പാവങ്ങൾ കരഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചോറ് കൊണ്ടുപോയി തിന്നപ്പോ നിങ്ങൾ ഓർത്തോ ഈ 313 പാവങ്ങളെ? നിങ്ങൾ വിചാരിച്ചോ വയറ് നിറച്ച് തിന്ന് യുദ്ധം ചെയ്യാൻ കൊതിയോടുകൂടിയാണ് ബദറിന്റെ രണാങ്കണത്തിൽ ആ പാവങ്ങൾ പോയി നിങ്ങൾ ഓർത്തോ? അല്ല, യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല. യുദ്ധം ചെയ്യാനായിരുന്നെങ്കിൽ മദീനയിൽ നിന്ന് പിന്നെയും പോന്നേനെ ആളുകൾ. ആയിരങ്ങൾ വീണ്ടും മദീനയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആരെയും വിളിച്ചില്ല. അങ്ങനെ 313 പേരതാ ബദറിന്റെ രണാങ്കണത്തിലെത്തുകയാ. സുബ്ഹാനല്ലാഹ്, പാതിരാത്രിയാ, 16ന്റെ പാതിരാത്രി, 17ന്റെ രാവിലെ സ്വഹാബാക്കള് അപ്പുറത്തെ സൈന്യത്തിൽ അബൂജഹലും കൂട്ടരും എത്തുകയാണ്. തിന്നും കുടിച്ചും ലഭിച്ചും രസിച്ചും അവർ കിടന്നുഴുതു മറിയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ബദറിലെത്തിയപ്പോ ഹബീബായ തങ്ങൾ അവിടെയുള്ള അരീഷ്, മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, ഒരു തണൽ മരമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ബഹുമാനപ്പെട്ട സ്വഹാബിയായ സഅദ്
സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു തമ്പ് കെട്ടിയിട്ട് ഹബീബായ തങ്ങളെ അതിനകത്താക്കി. രാവിലെ യുദ്ധമാണ്, അതിനുവേണ്ടി ഒരുങ്ങണം. തമ്പ് കെട്ടിയിട്ട് റസൂലുള്ളാഹിനെ വിശ്രമിക്കാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി ഹബീബായ തങ്ങളെ അതിനകത്ത് കയറ്റിയിട്ട് സ്വഹാബത്ത് മുഴുവനും കൂടിയിട്ട് ആ ബദറിന്റെ അവർ നിശ്ചയിച്ച ഭൂമിയിൽ അത് ഇളകി മറിഞ്ഞ ഒരു മണ്ണാണ്, ഇളകി മറിഞ്ഞ കുഴഞ്ഞ മണ്ണാണ്. ഉറച്ച മണ്ണ് അബൂജഹലും കൂട്ടരും എടുത്തു. സഹാബത്തുള്ളത് കുഴഞ്ഞ മണ്ണിലാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്തത്, അതല്ല വഹിയാണോ നബിയേ? വഹിയാണ് സൽമാൻ, വഹിയാണ് സൽമാൻ. അങ്ങനെ സ്വഹാബത്തെല്ലാം അവിടെ ഒന്ന് വിശ്രമിക്കാൻ കിടക്കുമ്പോ നനുത്ത ഒരു മഴയങ്ങ് പെയ്തു. നനുത്ത ഒരു മഴ പെയ്ത പാടെ കുഴഞ്ഞ മണ്ണങ്ങ് ഉറച്ചു. അബൂജഹലിന്റെയും കൂട്ടരെയും ഉറച്ച മണ്ണങ്ങ് ചെളിയായി. ആ ബദറിൽ ഒരു കിണറുണ്ടായിരുന്നു, വെള്ളമുള്ള ഹൗലുള്ള കിണർ. അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും കയ്യിലായി. മഴ പെയ്തപ്പോൾ ഹൗദില് വെള്ളം കൂടി. അപ്പുറത്ത് കുടിക്കാൻ വെള്ളമില്ല, ഇവിടെ കുടിക്കാൻ വെള്ളമായി. ഭൂമി പരുവപ്പെടുകയും ചെയ്തു. ആ മഴ കിട്ടിയപ്പോൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവർ മെല്ലെ ഉറക്കത്തിലോട്ട് മയങ്ങി സ്വഹാബത്ത്. എന്നാൽ ഉറങ്ങാത്ത ഒരാളെ ഉള്ളൂ. തമ്പിന്റെ ഉള്ളിൽ ഈ പാതിരാത്രി, 17-ാം രാവിന്റെ പാതിരാത്രി, ഒരു മനുഷ്യൻ മാത്രം ഉറങ്ങി. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് ഒരേ ഒരു വാക്ക്, യാ ഹയ്യൂ യാ ഖയ്യൂം, യാ ഹയ്യൂ യാ ഖയ്യൂം, യാ ഹയ്യൂ യാ ഖയ്യൂം, യാ ഹയ്യൂ യാ ഖയ്യൂം. ഹബീബായ സുജൂദ്, ഹബീബായ തങ്ങൾ സുജൂദിൽ കിടന്ന് അങ്ങ് കരഞ്ഞിട്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബാ, ഈ പാവപ്പെട്ട എന്റെ 313 പാവപ്പെട്ട സ്വഹാബാക്കള് നാളെ യുദ്ധം ചെയ്യുമ്പോൾ എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ ഫലാ തുഅബദ് ഫിൽ അർളി അബദാ, നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ഒരാള് പോലും ഉണ്ടാവൂല അല്ലാഹ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ തമ്പിന്റെ ഉള്ളിൽ ചെറിയ പ്രകാശം പോലെ, ആരോ ഉറങ്ങാത്തതുപോലെ അബൂബക്കർ തങ്ങൾ ചെന്ന് നോക്കുമ്പോ സുജൂദിൽ കിടന്ന് വിതുമ്പുകയാണ് റസൂലുള്ളാഹ്. ചെന്നിങ്ങനെ ചേർത്ത് തോളിൽ കിടന്ന ഷാൾ ഇങ്ങനെ നിലത്ത് വീണു. ചെന്ന് ഇരുന്നിട്ട് ചേർത്തങ്ങ് പിടിച്ചിട്ട് പറയുന്നു, യാ നബിയല്ലാഹ് മല്ലദീ അബ്കാകയാ റസൂലല്ലാഹ്, എന്തിനാണ് കരയുന്നത് നബിയെ? നിങ്ങൾ വിജയിക്കുമെന്ന് റബ്ബ് വാഗ്ദാനം ചെയ്തതല്ലേ? എന്റെ സഹാബത്ത് അബൂബക്കറേ, എന്റെ സഹാബത്ത് നാളെ ഇറങ്ങുമ്പോ അവരെ കയ്യിലൊന്നുമില്ല അബൂബക്കറേ. എന്റെ റബ്ബിനോട് എനിക്ക് പറയണ്ടേ അബൂബക്കറേ? അബൂബക്കർ തങ്ങളും കരഞ്ഞു പോയെങ്കിൽ ആ ദുആ സുബഹി വരെ നീണ്ട റസൂലുള്ളാഹ് ഉറങ്ങിയില്ല. പിറ്റന്ന് നേരം വെളുക്കുകയാണ് സഹോദരങ്ങളെ. ബദറിന്റെ രണാങ്കണം ഒരുങ്ങുകയാണ്, ബദറിന്റെ യുദ്ധഭൂമി ഒരുങ്ങുകയാണ്. ബദറിന്റെ 17ന്റെ പ്രഭാതത്തിന്റെ രാവിലെ യുദ്ധരണാങ്കണം ഒരുങ്ങുകയാണ് ബദറിൽ. അല്ലാഹു അത് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ് ബദറിലെത്തിയതവര്, അങ്ങനെയാണ് അവർ ബദറിലെത്തിയത്. നമ്മൾ ഇന്നത്തെ ഈ ദിവസം നമ്മൾ അവരെ ഓർത്തപ്പോൾ ഏത് നിലയിൽ അവരെ ഓർത്തു സഹോദരങ്ങളെ? നല്ല റാഹത്തായിട്ട് ബദർ മൗലിദ് പാടി അല്ലേ? നല്ല റാഹത്തായിട്ട് ബദർ മൗലിദ് പാടി, നല്ല രീതിയിൽ ഭക്ഷണം കൊണ്ടുപോയി കഴിച്ചു, നല്ല രീതിയിൽ നമ്മൾ സന്തോഷത്തോടെ നോമ്പ് തുറക്കുന്നു, നമ്മൾ നോമ്പ് പിടിക്കുന്നു. അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ഡ്രസ്സ് ധരിക്കാൻ പോലുമില്ല. ബദറിന്റെ യുദ്ധം നടക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളുണ്ട്. ഹംസ റളിയല്ലാഹുവിന്റെ നിലപാടുണ്ട്, റസൂലുള്ളാഹിന്റെ ബുദ്ധിപൂർവമായ ഇടപെടലുണ്ട്. യുദ്ധം നടക്കുന്ന രംഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ഉറക്കെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ
ഹബീബിൽ യാ അല്ലാഹ് ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഇരിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിന്റെ വേദനകളെ നീ മാറ്റണേ അല്ലാഹ്. ആ ബദരീങ്ങളെ കാവൽ എന്ന് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ബദരീങ്ങളെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ അല്ലാഹ്. ഈ പാതിരാത്രി 17-ാം രാവിലെ അവരെ പറഞ്ഞത് അവരൊന്ന് അറിയണേ റഹ്മാനെ. അവരെ പേര് ചൊല്ലിയതും അവരെ പേര് പാടി പറഞ്ഞതും അവരറിയണേ അല്ലാഹുവേ. അവര് ഞങ്ങളെ കാണണേ റബ്ബേ. ആ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഖദീജ എന്ന പൊന്നുമോളെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്കും കുടുംബത്തിലും മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അവസാന അന്ത്യം നന്നായി ഈമാനോട് കൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. നാളെ ആ ബദരീങ്ങളോടൊപ്പം ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടിത്താ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹ്.